നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ടാറിംഗ് പൂർത്തിയാക്കിയ സംസ്ഥാനപാത പാറേമ്പാടത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി. നീണ്ടകാലത്തെ യാത്രാ ദുരിതത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാറേമ്പാടം കുരിശ് മുതൽ സെന്റർ വരെ ആധുനിക നിലവാരത്തിലുള്ള ടാറിംഗ് പൂർത്തിയാക്കിയത്. ടാറിംഗ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയും റോഡ് തകരുകയും ചെയ്തത്. ഇതോടെ റോഡിൽ വെള്ളം പരന്നൊഴുകി വീണ്ടും ഗതാഗത തടസ്സം രൂപപ്പെട്ടു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷവും ശക്തമാവുകയാണ്. പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടിയുമായി ചാവക്കാട് നഗരസഭ. മാലിന്യം വലിച്ചെറിഞ്ഞവർക്ക് 10,000 രൂപ പിഴ ചുമത്തി. ചാവക്കാട് നഗരസഭയിലെ 3-ാം വാർഡ് പുതിയറയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കുറ്റക്കാരെ കണ്ടെത്തിയത്. മാലിന്യം തള്ളിയവരെ കൊണ്ടുതന്നെ അത് നീക്കം ചെയ്യിക്കുകയും 10,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി കളഭം പാക്ക് ചെയ്യുന്ന ഉപകരണം സമർപ്പിച്ചു. തമിഴ്നാട് സ്വദേശിയായ വൈദ്യനാഥനാണ് ഉപകരണം സമർപ്പിച്ചത്. പാക്കിംഗ് നടക്കുന്നതിനോടൊപ്പം തയ്യാറാക്കിയ പാക്കറ്റുകളുടെ എണ്ണം കൂടി പ്രദർശിപ്പിക്കുന്നതിനാൽ ആവശ്യാനുസരണം മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കഴിയും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗം C മനോജ്, വഴിപാടുകാരൻ വൈദ്യനാഥൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ മെഷീൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളിരിക്കൽ, അസിസ്റ്റന്റ് മാനേജർമാരായ PK സുശീല, CR ലജുമോൾ, മെഷീൻ രൂപകൽപ്പന ചെയ്ത മുകുന്ദൻ, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ മോഹൻകുമാർ എന്നിവർ സന്നിഹിതരായി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥിയും ഗണേശ സംഗീതോത്സവവും ഓഗസ്റ്റ് 26, 27 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 26 ചൊവ്വാഴ്ച രാവിലെ 9:30 കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗണേശ സംഗീതോത്സവത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 300-ൽ പരം സംഗീതാർത്ഥികളാണ് പങ്കെടുക്കുക. സോപാന വാനമ്പാടി, ഇരിങ്ങാലക്കുട ആശാ സുരേഷ്, ഗുരുവായൂർ ജ്യോതിദാസ്, ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം, പയ്യന്നൂർ വത്സരാജ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൽ വിവിധ ഉപകരണ സംഗീതങ്ങളും ഉണ്ടായിരിക്കും. 27-ാം തീയതി ബുധനാഴ്ച ചതുർത്ഥിയോടനുബന്ധിച്ച് വിശേഷാൽ മംഗല്യപൂജ ഉണ്ടായിരിക്കും. അന്നേ ദിവസം 10,000-ഓളം അപ്പം, അട, മോദകം എന്നിവ നിവേദിക്കും. വിനായക ചതുർത്ഥി, ഗണേശ സംഗീതോത്സവ ചടങ്ങുകളിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, ഭരണസമിതി അംഗം അക്ഷയ് രഞ്ജൻ എന്നിവർ സംബന്ധിച്ചു. കടവല്ലൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടവല്ലൂർ പടിഞ്ഞാറ്റുമുറി കൊപ്പറമ്പത്ത് ചന്ദ്രന്റെ മകൻ 43 വയസ്സുള്ള ഉണ്ണികൃഷ്ണനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ വീടിന് സമീപത്തുള്ള ബന്ധുവിന്റെ ആൾതാമസമില്ലാത്ത വീട്ടിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കുശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. മണലൂർ നിയോജക മണ്ഡലത്തിൽ തരിശുരഹിത ഗ്രാമമാക്കാൻ തെരഞ്ഞെടുത്ത എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. 1-ാം വാർഡിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തത്. വെണ്ട, തക്കാളി, പച്ചമുളക്, ചുരയ്ക്ക, വഴുതന എന്നീ പച്ചക്കറികളാണ് കൃഷിയിറക്കുന്നത്. നടീലുത്സവം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, ഡയറക്ടർമാരായ മോഹനൻ വാഴപ്പിള്ളി, സുനിത വിജയൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ലത മനോജ്, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ സിത്താര ധനനാഥ് എന്നിവർ സംസാരിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. വേലൂർ പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം പുതിയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചുകൊണ്ട് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K സനിൽകുമാർ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ,
സംസ്ഥാന സമിതി അംഗം ഇ ചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിഷ്ണു അമ്പാടി, സുരേന്ദ്രൻ വെള്ളറക്കാട്, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ, ഇൻചാർജ് സുഭാഷ് ആദൂർ, വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, വൈസ് പ്രസിഡന്റ് TS സുമൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അപർണ പാലിയത്ത്, ഡോക്ടർ ഷീജ മേനോൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി പ്രഷർ, ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗം രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, പഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന ഷെബീർ, ടെസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. INTUC കുന്നംകുളം ഫിഷ് മാർക്കറ്റ് യൂണിയന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ഇന്ദിരാഭവനിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ നടന്ന ചർച്ചയിൽ പ്രസിഡന്റായി K ജയശങ്കറിനെയും സെക്രട്ടറിയായി MM സലീമിനെയും ട്രഷററായി PM നിസാറിനെയും തെരഞ്ഞെടുത്തു. KK സുലൈമാൻ വൈസ് പ്രസിഡന്റ്, KK വിബീഷ് ജോയിന്റ് സെക്രട്ടറി, VA അസീസ് ലീഡർ, PP ഷക്കീർ പൂൾ ലീഡർ എന്നിവരായും 8 അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ PM നിസാർ വരവ് ചെലവ് കണക്കുകളും K ജയശങ്കർ തൊഴിലാളി റിട്ടയർമെന്റ് ഫണ്ട് പദ്ധതി സമർപ്പണവും നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി തൊട്ടിൽ കെട്ടി പ്രതിഷേധിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലൈംഗിക ചൂഷണത്തിന് വിധേയരായ നിരവധി സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണം. സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹനല്ലെന്നും ജനാധിപത്യത്തെ അപമാനിച്ച MLA രാജിവെക്കണമെന്നും നവ്യ ഹരിദാസ് പറഞ്ഞു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൾ രാജ് അധ്യക്ഷയായി. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, ശ്രീജാസി നായർ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി, സീന ശശി എന്നിവർ സംസാരിച്ചു. ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയ അനിൽ, വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം വൈസ്മെൻ ഇന്റർനാഷണൽ റോയൽസിന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി സമ്മാനിച്ചു. വൈസ് മൂവൺ DG ബിന്ദു അപ്പുമോൻ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് ഓണക്കോടികൾ വാങ്ങിക്കാനുള്ള തുക അംഗങ്ങൾ ചേർന്ന് സ്കൂൾ പ്രധാനാധ്യാപിക കൗസിയയ്ക്ക് കൈമാറി. കുന്നംകുളം റോയൽസ് പ്രസിഡന്റ് YM ബെൻസൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി N ലത, വൈസ്മാൻ റോയൽ സെക്രട്ടറി CS ജീസൺ, വൈസ്മാൻമാരായ അജിത് M ചീരൻ, ജെറി ആൽബർട്ട്, ബിനോയ്, ട്രഷറർ സക്കറിയ ചീരൻ എന്നിവരും പങ്കെടുത്തു. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA ആഭിമുഖ്യത്തിൽ നടത്തിയ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് സാബു ഐനൂർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KT ഷാജൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പൽ ജനീർ ലാൽ, അധ്യാപകരായ ജയശ്രീ, മെഹർ, PTA അംഗം സന്തോഷ് കൊളത്തേരി, സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും USS NMMS പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും വിവിധ ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും മൊമെന്റോയും മെഡലും നൽകി അനുമോദിച്ചു. മുൻ പ്രധാനാധ്യാപിക ഹേമ ടീച്ചർ നൽകുന്ന ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ രസതന്ത്ര വിഭാഗം അസോസിയേഷൻ ഉദ്ഘാടനവും പൂർവാധ്യാപക അനധ്യാപക വിദ്യാർത്ഥി സംഗമവും നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെ ബിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രിൻസിപ്പാളും കെമിസ്ട്രി വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ സിസ്റ്റർ മോളി ക്ലെയർ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവാധ്യാപക അനധ്യാപകരെ ആദരിച്ചു. ഇന്ത്യൻ നോളജ് സിസ്റ്റവും കേരള നോളജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട രസതന്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. സംസ്കൃത വിഭാഗം മേധാവിയും IKS കോർഡിനേറ്ററുമായ ഡോക്ടർ PG ജസ്റ്റിൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു.
എരുമപ്പെട്ടി ചെങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരിയന്നൂരിൽ ആരംഭിച്ച ചെങ്ങാലിക്കോടൻ ബനാന ഹബിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. വാർഡ് മെമ്പർ സതി മണികണ്ഠൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം കെ ജോസ്, കൃഷി ഓഫീസർ എ വി വിജിത, അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ സുരേഷ്, സെക്രട്ടറി എ വി ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകളും കായവറവും ശർക്കര പുരട്ടിയും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് വിൽപ്പന നടത്തുന്നത്. 69ാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക്സിൽ 4x100 റിലേയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് റിയാനെ CPM മുതുവട്ടൂർ വെസ്റ്റ് ബ്രാഞ്ച് ആദരിച്ചു. ചാവക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉപഹാരം കൈമാറി. CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ പൊന്നാടയണിയിച്ചു. മുതുവട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി PA രാധാകൃഷ്ണൻ, ബ്രാഞ്ച് അംഗങ്ങളായ സജിനി, സുഗത, ഷാനിദ്, അരുണൻ, ഷോബി, രാഹുൽ, രാധാകൃഷ്ണൻ, നഹാസ് എന്നിവർ പങ്കെടുത്തു. മുതുവട്ടൂർ കറുപ്പം വീട്ടിൽ ബഷീറിന്റെയും ഷംലയുടെയും മകനാണ് ശ്രീകൃഷ്ണ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ റയ്യാൻ. തിരുനബിയുടെ 1500ാമത് ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പന്നിത്തട മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജുമാ മസ്ജിദ് ഗ്രൗണ്ടിൽ 15 പതാകകൾ ഉയർത്തി. മഹല്ലു പ്രസിഡന്റ് സിംല ഹസൻ, ഖത്തീബ് മുഹമ്മദ് സ്വാലി അൻവരി ചേകന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മഹലിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സ്വദേശത്തും വിദേശത്തുമായി നേതൃത്വം നൽകിയ സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ, പതിയിറക്കൽ ആലി മാസ്റ്റർ AK ഹംസ ഹാജി, സയ്യിദ് അലി ഇമ്പിച്ചിത്തങ്ങൾ, മുക്രി സയ്യിദ് മുഹമ്മദ് മൗലവി, മാമുട്ടി മങ്കുന്നത്ത്, അൽ അമീൻ ഉസ്മാൻ ഹാജി, പുരളിയിൽ അബൂബക്കർ, MH ഹമീദ്, സിദ്ദിഖ് ഹാജി, അബ്ദു ഹാജി, കരീം പന്നിത്തടം, പന്തലിങ്ങൽ ആലിക്കുട്ടി, മൊയ്തീൻകുട്ടി പാപ്പാളി, ES മുഹമ്മദ് കുട്ടി, സെയ്ദൂട്ടി എന്നിവർ സ്നേഹപ്രവാചകരുടെ 15 നൂറ്റാണ്ടിനെ വിളംബരം ചെയ്ത് പതാകകൾ ഉയർത്തി. റബി ക്യാമ്പയിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. മഹല്ല് തല ഇഷ്ക് മജ്ലിസ്, മദ്ഹിൽ ലയിക്കാം പ്രഭാത സദസ്സ്, ഹുബ് നബി കുടുംബ സംഗമം, സ്നേഹ സൗഹൃദ സദസ്സ്, വീട്ടകം മൗലീദ് സഭ, സന്ദേശപത്രിക, തിരുനബി മെഗാ ക്വിസ്, മീലാദ് വിളംബര റാലി, ഘോഷയാത്ര, സീറ പാരായണം, വനിതാ പഠനവേദി, യൂത്ത് മീറ്റ്, കുരുന്നുകൂട്ടം, വിദ്യാർത്ഥികളുടെ കലാപരിപാടി, ഗ്രാൻഡ് മൗലീദ് മജ്ലിസ്, തബ്രൂക്ക് വിതരണം എന്നിവ സംഘടിപ്പിക്കും. ക്യാമ്പയിൻ ഉദ്ഘാടന പരിപാടിയിൽ ഭാരവാഹികളായ PM അബൂബക്കർ, MS ബഷീർ, KM ഹമീദ്, KA സത്താർ, MM ജമാൽ, SP ഉമ്മർ മൗലവി, ഖാജ ഹുസൈൻ അഷ്റഫി, AM ഷജീർ, PA ലത്തീഫ്, KH ഷക്കീർ, MA ഇബ്രാഹിം, VY മുഹമ്മദ് അലി, സ്വാഗത സംഘം ജനറൽ കൺവീനർ മുഹമ്മദ് അലി ലത്തീഫി, കോർഡിനേറ്റർ VS അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ LF കോളേജ് മലയാള വിഭാഗം ഫോക്ലോർ ദിനാചരണവും ഫോക്ലോർ ക്ലബിന്റെ ഈ വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനവും നടത്തി. വേലൂർ അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജയബിൻസി അധ്യക്ഷയായി. ഫോക്ലോർ ക്ലബ് സെക്രട്ടറി ഭാവന സ്വാഗതവും 1ാം വർഷ MA മലയാളം വിദ്യാർത്ഥിനി അനഘ നന്ദിയും പറഞ്ഞു. നാജിയ അവതാരകയായി. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ എക്സിബിഷനും നാട്ടുഭക്ഷണവും ഒരുക്കിയിരുന്നു. പൂരത്തിന്റെയും ഓണത്തിന്റെയും വരവറിയിച്ചുകൊണ്ട് ആണ്ടിക്കളിയും പാട്ടുമായി എത്തുന്ന വെസ്റ്റ് മങ്ങാട് ഉന്നതിയിലെ ജയൻ പാണാസിനെ ഫോക്ലോർ ദിനത്തിൽ നന്മ കുന്നംകുളത്തിന്റെ പഴഞ്ഞി യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് വിഷ്ണു ഭാരതീയൻ ജയനെ പൊന്നാട അണിയിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷീജ കേശ് അവാർഡ് നൽകി. കുന്നംകുളം മേഖലാ ട്രഷറർ TA വേലായുധൻ, യൂണിറ്റ് സെക്രട്ടറി MT പോൾസൺ, ജില്ലാ കമ്മിറ്റി അംഗം MK ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കാട്ടകമ്പാൽ സേവാഭാരതിയുടെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തനിർണയവും രക്തദാന ക്യാമ്പും സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പഴഞ്ഞി ചെറുതുരുത്തി വാസുദേവൻ ശാന്തി മെമ്മോറിയൽ ശ്രീനാരായണ ഹാളിലാണ് രക്തദാന ക്യാമ്പ് നടക്കുക. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ CB പ്രതീഷ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 7025490378 9645991193 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ്: ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ PG കോഴ്സുകളായ MA ഇംഗ്ലീഷ്, MSc കെമിസ്ട്രി, MSc സുവോളജി, MSc ബോട്ടണി, MCom, UG കോഴ്സായ BVOC ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ കോഴ്സുകളിൽ ഈ മാസം 26-ന് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10 മണിക്ക് കോളേജ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7012421817 നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,315 രൂപ, പവന് 74,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.